കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരുണയോടെ നമ്മളെ കാക്കുന്ന കരുണാമയനായ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാവാം. ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും എന്ന മികാപ്രവചനത്തിൽ വായിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് എന്ന 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു. 34-ാം സങ്കീർത്തനത്തിൽ റിസൾട്ട് പറയുന്നു, ആ ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. കേട്ടതിൻ്റെ റിസൾട്ട്, ശക്തരായ ബാലസിംഹങ്ങൾ പോലും ഇരകിട്ടാതെ വിശന്നിരിക്കും. പക്ഷേ ഞങ്ങൾ യഹോവയെ അന്വേഷിക്കുമ്പോൾ ഒന്നിലും മുട്ടില്ലാതെ, പ്രതികൂലമില്ലെന്നല്ല, അതിൻ്റെ നടുവിലും ജയത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നീതിമാന അനർത്ഥങ്ങളുണ്ട്, പക്ഷേ സൂക്ഷിക്കുന്ന അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ദാവീദിനെ തിരിച്ചതേ സിംഹാസനത്തിലെത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ആർക്കും അതിനെ തടയാൻ പറ്റില്ല. സകല പ്രതീക്ഷകളും അടഞ്ഞെന്ന് യോസഫിനെ നോക്കി സഹോദരങ്ങളും പിശാചിൻ്റെ ശക്തികളുമൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അതേ യോസഫിനെ എവിടെ മാനിക്കണമോ, യോസഫ് ആരാണെന്ന് എവിടൊക്കെ തെളിയിക്കണമോ, ദൈവം അത് തെളിയിച്ചു കൊടുത്തു. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കി മാറ്റിയതെന്ന് എബ്രായർ മോശയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പക്ഷേ അതേ മോശയെ 2 പേർക്ക് വേണ്ടിയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽ സഹോദരങ്ങളെ ഞാൻ വിളിച്ചു പറയട്ടെ. ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിരാശപ്പെടേണ്ട. ചോദ്യങ്ങളെ ഉത്തരമാക്കി, വിലാപങ്ങളെ നൃത്തമാക്കി, രട്ടിനെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നോക്കൂ, മൊർദെഖായിയെയും എസ്തേറിനെയൊക്കെ തകർക്കാൻ വേണ്ടി നിയമം ശക്തമായി കൊണ്ടുവന്ന ഹാമാന്യ ശക്തികൾ, പക്ഷേ അവർ എസ്തേറും മൊർദെഖായിയും ഒക്കെ ചെയ്തെന്താണ്? ഉപവസിക്കാൻ തയ്യാറായി. മൊർദെഖായി പട്ടണത്തിൽ അത്യുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ അതേ മൊർദെഖായിയെ ആ പട്ടണത്തിലെല്ലാവരും കാണെ, രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷനിതാ എൻ്റെ പിന്നാലെ വരുന്നു എന്ന് ശത്രുവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെങ്കിൽ, ഇന്ന് പകലിലും ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ അടുത്ത് എന്നിട്ട് പറയാം, എൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും പിന്നിൽ വലിയൊരു ഉത്തരമുണ്ട്. കുരമ്പ് പോലെ, ശരങ്ങൾ പോലെ എൻ്റെ നേരെ വരുന്ന സകല നിന്ദകളുടെയും മുമ്പിൽ ഹന്നയെ ഒരു വലിയ റിസൾട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് പോയ മഹത്വം തിരിച്ചു പിടിക്കാൻ കണ്ട ഒരു വാഗ്ദത്ത ശമൂവേൽ പുറത്തു വരുന്നുണ്ട്. അതാണ് ഈ നിന്ദകളുടെ റിസൾട്ടായി വരുന്നത്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, ചർച്ചക്കാരുടെ മുമ്പിൽ പലതിനും മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്നതിൻ്റെ ജനത്തെ നോക്കി വചനത്തിന് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ശക്തമായ ചില ഉത്തരവുമായി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആവർത്തന പുസ്തകം 6-24 വാക്യം, എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിന്, ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടാനും ഈ എല്ലാ ചട്ടങ്ങളും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു.
മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്യുന്ന വചനങ്ങളുടെ ശ്രേഷ്ഠതയാണ് നാം വായിച്ചു കേട്ടത്. 6-ാം അധ്യായം തുടക്കത്തിൽ 6:24 നാം വായിച്ചത്. തുടക്കത്തിൽ ആവർത്തനം 6:24 തുടക്കത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ നിയമങ്ങളുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാൻ തക്കവണ്ണം ദൈവത്തെ ഭയപ്പെടണം. കുടുംബമായി അടുത്ത ജനറേഷനുകൾ ദൈവത്തെ ഭയപ്പെടണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കാൻ, പ്രിയ സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും ശുഭമായിരിക്കാൻ, എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പ്രസാദം വരാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ വേറൊന്നും ചെയ്യണ്ട. ദൈവത്തിൻ്റെ കൽപ്പനകൾ വചനപ്രകാരം ജീവിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ എല്ലായ്പ്പോഴും നന്നായിരിക്കും. എല്ലായ്പ്പോഴും എല്ലായിടത്തും ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവമുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റ് വരുമ്പോൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും ക്രിസ്തുയേശുവിൽ. അപ്പോൾ ക്രിസ്തുയേശുവിൽ ജയോത്സവമായി ആരെയാണ് നടത്തുന്നത്? കർത്താവിൻ്റെ മക്കളെയാണ്, അവിടുത്തെ പ്രിയ മക്കളെയാണ്. കൽപ്പനകൾ പ്രമാണിക്കാൻ തയ്യാറാകുന്നവരെ, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നവരെ, പ്രാർത്ഥനാ മുറിയിൽ ദൈവമേ അവിടുത്തെ ശബ്ദത്തിൻ്റെ ശക്തിയാൽ എന്നെ ജീവിപ്പിക്കണമേ, അവിടുത്തെ ആജ്ഞ എൻ്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ, എൻ്റെ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ത് എന്ന് കാത്തിരിക്കുന്നവരെ നന്നായി നടത്തുന്ന ഒരു ദൈവം. മറുവശം ഞാൻ പറയട്ടെ, നന്നാകത്തില്ലെന്നും രക്ഷപ്പെടത്തില്ലെന്നും ഇതിൽ നിന്നൊരു മോചനമില്ലെന്നും ഒരു ഉയർച്ചയില്ലെന്നുമൊക്കെ പിശാച് അതിൻ്റെ സാമ്രാജ്യങ്ങൾ നമുക്കെതിരെ പറയുമ്പോൾ ഇപ്പുറത്ത് ആത്മശക്തി പ്രാപിച്ചവൻ പറയണം, ഞങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നന്നായിരിക്കും, ഞങ്ങളുടെ കുടുംബം നന്നായിരിക്കും, ഞങ്ങളുടെ ഔദ്യോഗിക മേഖലകൾ നന്നായിരിക്കും, ഞങ്ങളുടെ മിനിസ്ട്രികൾ നന്നായിരിക്കും, ഞങ്ങളുടെ തലമുറകൾ നന്നായിരിക്കും, എൻ്റെ ഹസ്ബൻഡ് നന്നായിരിക്കും, എൻ്റെ വൈഫ് നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും, എൻ്റെ കുടുംബജീവിതം നന്നായിരിക്കും. പറയാൻ കഴിയുമോ? കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തമാ നിങ്ങൾ നന്നായിരിക്കണം. പക്ഷെ പിശാച് പറയുന്നു, ഞാനതിനെ തകർക്കും, ഞാൻ ഇല്ലാതാക്കും, ഞാൻ അറക്കും, ഞാൻ മുടിക്കും. പക്ഷേ ഇപ്പുറത്ത് കർത്താവിൻ്റെ ശബ്ദം പിശാചിൻ്റെ ശബ്ദമല്ല വലുത്. അതല്ല നമ്മൾ കേൾക്കേണ്ടത്. കർത്താവിൻ്റെ ശബ്ദം ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും മാത്രമല്ല നന്നായിരിക്കേണ്ടതിനും, എൻ്റെ ജനത്തെ ശുഭപ്പെടുത്തേണ്ടതിനും, എൻ്റെ ജനത്തെ ആത്മാവിൽ ശക്തീകരിക്കേണ്ടതിനും, അവരുടെ മേൽ ബലം കൽപ്പിക്കേണ്ടതിനും, അവർ ആത്മാവിൽ നടക്കേണ്ടതിനും ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവ്. ദൂത് മനസ്സിലായവർ ഇന്നു പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ നന്നായി ഇരിക്കേണ്ടതിന് ആ വചനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നന്നായിരിക്കണം എല്ലായിടത്തും. ഇതിൻ്റെ അർത്ഥം നമുക്കൊരു ജയം എല്ലായിടത്തും ഉണ്ടാകും. എവിടെ ചെന്ന് കാൽ വെക്കുന്നോ അവിടെ ജയമുണ്ട്. നന്നായിരിക്കണം. നമ്മളോട് പലരും ചോദിക്കത്തില്ലേ, നന്നായിരിക്കുന്നോ, ശുഭമായിരിക്കുന്നോ, എങ്ങനെയുണ്ട്, ഹൗ ആർ യു? ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഞങ്ങൾ നന്നായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ നന്നായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് പ്രതികൂലം വരത്തില്ലെന്നല്ല. കനാന്യ ശക്തികളുണ്ട്, ഇരുമ്പ് രഥങ്ങളുണ്ട്, അനാക്യ മല്ലന്മാരുണ്ട്, ആകാശം വളരെ ശക്തമായി നിൽക്കുന്ന, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ മതിലുകളുണ്ട്. പക്ഷേ അതിനെയല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ നന്നായിരിക്കുമെന്നും ഞങ്ങൾക്ക് ശുഭത നൽകുമെന്നും പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഞങ്ങൾ നന്നായിരിക്കേണ്ടതും ആ ഒരു പദം ഇന്ന് പകൽ ഏറ്റെടുക്കണം. അടുത്ത ഭാഗം ശ്രദ്ധേയമാണ്. ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതുമാണ്, ഇന്നും ജീവനോടെ നിർത്തേണ്ടതിനുമായി
രക്ഷിക്കേണ്ടതിനുമായി, നിലനിർത്തേണ്ടതിനായി, എൻ്റെ അർത്ഥം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തേണ്ടതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തോട് പറ്റിയിരിക്കണം. സ്തോത്രം. ഏറ്റെടുക്കാമോ? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയുകയാൽ. നോക്കൂ, യോശുവയെ കാലേബിനെ പറ്റി പറയുന്നത്, അവർ ദൈവത്തോട് പറ്റിയിരുന്നു. അവർ കാൽ വെച്ച ദേശം ദൈവം അവർക്ക് കൊടുത്തു. ഞാൻ അവർക്ക് കൊടുത്തു. പ്രതിസന്ധികളുടെ നടുവിൽ അനാക്യമല്യന്മാരുണ്ടെന്ന റിപ്പോർട്ടുകൾ മറ്റുള്ള സഹോദരന്മാർ കൊടുത്ത് നമുക്കത് കൈവശമാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ നടുവിൽ പറ്റിയിരിക്കുന്നവർ കൈവശമാക്കും. അവർ നന്നായിരിക്കും. അവരുടെ ജീവൻ ദൈവത്താൽ സുരക്ഷിതമായിരിക്കും. കണ്ടോ, നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ടതിന് നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടാനും എല്ലാ ചട്ടങ്ങളും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. അടുത്ത ഭാഗം കൊണ്ടും ശ്രദ്ധിക്കണമേ. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നമ്മൾ നീതിയുള്ളവരായിരിക്കും. ദൈവനീതി വരണമെങ്കിൽ, നന്നായിരിക്കണമെങ്കിൽ, ജീവനോടെ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാനിടയാകണമെങ്കിൽ, സകല പ്രതികൂലങ്ങളെ ചവിട്ടി മെതിച്ച് മുൻപോട്ട് പോകാൻ അതോറിറ്റി വെളിപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വചനം ധ്യാനിക്കണം, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണം, വചനത്താൽ ജീവിക്കണം. വചനത്തിൻ്റെ ശക്തി നമ്മുടെ സിരകളിലേക്ക് ഇറങ്ങണം, നമ്മുടെ തലമുറകളിലേക്ക് വചനത്തിൻ്റെ ശക്തി ഇറങ്ങണം, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വചനത്തിൻ്റെ ശക്തി ഇറങ്ങണം. വചനത്തിൽ സൗഖ്യമുണ്ട്, വചനത്തിൽ വിടുതലുണ്ട്. വചനം അയച്ച കാര്യം സാധിപ്പിക്കും. വചനത്താൽ ഇന്ന് പകൽ രോഗസൗഖ്യം വ്യാപരിക്കുകയാ. വചനം ശുദ്ധീകരിക്കുന്നതാ, വചനം നിലനിർത്തുന്നതാ, വചനം ആത്മാവിൽ പണിയുന്നതാ. വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കാൻ ആരൊക്കെ തയ്യാറുണ്ട്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നന്നായിരിക്കാൻ, ഞങ്ങൾക്ക് ശുഭത കൽപ്പിക്കപ്പെടുന്ന സമയമാക്കിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തിലൊരു ശുഭത, ഞങ്ങളുടെ കുടുംബജീവിതത്തിലൊരു ശുഭത. കർത്താവേ, ഞങ്ങളുടെ ഫാമിലി ലൈഫ് നന്നായിരിക്കട്ടെ, ഞങ്ങളുടെ മിനിസ്ട്രി നന്നായിരിക്കട്ടെ, ഞങ്ങളുടെ തലമുറ ആത്മാവിൽ നന്നായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ ഞങ്ങളുടെ ഔദ്യോഗിക മേഖലകൾ നന്നായിരിക്കട്ടെ, ഞങ്ങളുടെ സഭ നന്നായിരിക്കട്ടെ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ നന്നായിരിക്കാൻ ഇന്ന് പകൽ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകുന്നതിനാൽ, വിടുതൽ വ്യാപരിച്ചിരിക്കാൻ, ആത്മാവ് ഞങ്ങളെ പണിയുന്നതിനാൽ, കർത്താവെ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ ഞങ്ങളെ ഇടയാക്കുന്നതിനായും സ്തോത്രം. സകല മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നാം കേട്ടതുപോലെ നന്നായിരിക്കാൻ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക, പ്രാർത്ഥിക്കുക, മുട്ടുമടക്കുക, ദൈവ ശബ്ദത്തിൽ കേൾക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക. അങ്ങനെയുള്ളവർ പരാജയപ്പെടില്ല, അങ്ങനെയുള്ളവർ നന്നായിരിക്കും, അങ്ങനെയുള്ളവർ ദൈവമഹത്വം കാണും, അങ്ങനെയുള്ളവർ എല്ലായിടത്തും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത് കാണും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.